ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് പാലക്കാടൻ സ്റ്റൈൽ മുരിങ്ങക്കായ ഉപ്പേരി എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിന്നിവിടെ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മുളക് പൊടി ഈ കറിക്ക് അധികം വേണ്ട കേട്ടോ. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് മുങ്ങിക്കിടക്കുന്ന അത്ര വെള്ളം വേണ്ട കേട്ടോ. മുരിങ്ങക്കായ പെട്ടെന്ന് വേകുന്നത് കൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയേ. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഒരു മൂടി വെച്ച് നമുക്ക് ഒരു മീഡിയം തീയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടിരിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് തേങ്ങ അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു 1/4 മൂടി തേങ്ങ നന്നായി പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ മുരിങ്ങക്കായ നന്നായി വേകുന്നുണ്ട്. നമുക്കപ്പോൾ അടിയോടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ഓരോ സൈഡ് വേകില്ല കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ വെന്തോന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ അരച്ച തേങ്ങയും കൂടി ഒഴിച്ച് തേങ്ങ വേവാനായിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ നന്നായി വെന്തിട്ടുണ്ട്, തേങ്ങയും കൂടി കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റേജിൽ താളിപ്പിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാവേ. കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് അതും കൂടി ഒന്ന് നന്നായി പൊട്ടിക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പില, ചെറുള്ളി, വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരയ്ക്കും ഒന്ന് നമുക്ക് അത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഒന്നും പറയാനല്ല, അഡാറ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ താളിപ്പ് ആ മുരിങ്ങക്കായ ഉപ്പേരിയിൽ ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് മൂടി വെക്കാം കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് തുറന്ന് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു 5 മിനിറ്റോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണേ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. താങ്ക്